നമസ്കാരം. പണ്ടുകാലത്ത് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ എല്ലാ വീടുകളിലും പ്രസവ അനുബന്ധ സുരക്ഷയും ഒക്കെ തന്നെ വീടുകളിലായിരുന്നു. അന്ന് ആശുപത്രികളിലേക്കൊന്നും തന്നെ പോകാറില്ല. 8ഉം 10ഉം ഒക്കെ പ്രസവിച്ച മക്കളുള്ള അമ്മൂമ്മമാരെ നമുക്ക് ഇന്നും അറിയാം. പക്ഷേ കാലം മാറിയിരിക്കുന്നു. അതനുസരിച്ച് നമ്മുടെ ആരോഗ്യ പരിപാലന രംഗത്ത് വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അതിനിടയിലാണ് അക്യൂപങ്ചർ പ്രസവം എന്നൊക്കെ പറഞ്ഞ് ഒരു കൂട്ടം രംഗത്ത് വരുന്നത്. ഇത് വെറും അക്യൂപങ്ചർ പ്രസവം എന്നത് മാത്രമല്ല. അക്യൂപങ്ചർ എന്നത് ഒരു ചൈനീസ് ചികിത്സാ രീതിയാണ്. സൂചികൾ, നീഡിൽസ് അത് ഉപയോഗിച്ച് നടത്തുന്ന ചികിത്സാ രീതിയാണ്. അതിന് മുസ്ലിം മതവുമായി അല്ലെങ്കിൽ ഇസ്ലാം മതവുമായി എന്ത് ബന്ധം എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ പെരുമ്പാവൂരിൽ സിറാജുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി, ഭാര്യ മരണപ്പെട്ടു, ആ കുഞ്ഞ് നവജാത ശിശു ചികിത്സയിലാണ്. അതുപോലെ തന്നെ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഒരു ദമ്പതികൾ കുട്ടിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല, ജനന സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതിയുമായി വന്നത്. ഇതുപോലെ തന്നെ അക്യൂപങ്ചർ ചികിത്സയായിരുന്നു നടത്തിയിരുന്നത്. അങ്ങനെയാണ് ആ സ്ത്രീ വീട്ടിൽ പ്രസവിക്കുകയും അതിന് തുടർ നിയമ നടപടികൾക്ക് അല്ലെങ്കിൽ തുടർ ഡോക്യുമെൻറ്റേഷൻ നടപടികൾക്ക് വിധേയനാക്കിയപ്പോൾ ഈ കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്ന പരാതി ഉയർന്നത്. ഇവിടെ മതത്തെ മുൻനിർത്തിക്കൊണ്ട് വാക്സിനുകൾ എടുക്കില്ല, മതത്തെ മുൻനിർത്തിക്കൊണ്ട് ആശുപത്രികളിൽ പോകില്ല, മതത്തെ മുൻനിർത്തിക്കൊണ്ട് ചികിത്സകൾ ചെയ്യില്ല. കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ വ്യക്തിപരമായ കാര്യത്തിനായിട്ട് കോട്ടയത്തെ ഒരു ആശുപത്രിയിൽ പോകേണ്ടി വന്നു. അവിടെ കാഷ്വാലിറ്റിയിൽ ഇരുന്നത് ഒരു മുസ്ലിം സഹോദരിയായ ഒരു ഡോക്ടറാണ്. മാത്രമല്ല അവർക്കൊപ്പം ഉണ്ടായിരുന്ന 2 നഴ്സുമാർ മുസ്ലിം സഹോദരിമാരാണ്. അവരെ എത്ര അറിവുള്ളവരാണ്, എത്ര കൃത്യമായി തന്നെ കാര്യങ്ങൾ പഠിച്ച് എൻ്റെ മകൾക്ക് വേണ്ടിയാണ് പോയത്. അപ്പം അവളെ ചികിത്സിക്കാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ അവർ മുൻകൈ എടുത്ത് നിൽക്കുന്നു. അങ്ങനെയുള്ളവരുമുണ്ട് കേട്ടോ. പക്ഷേ സൂചി കുത്തില്ല, വാക്സിനേഷൻ എടുക്കില്ല, ഞങ്ങൾ ഈ ഹെൽത്ത് കെയർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആരോഗ്യ പരിപാലന നിയമ സംവിധാനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരിക്കലും ഒരിടത്തും സഹകരിക്കില്ല എന്ന് ഇന്നത്തെ കാലത്ത് പറയുന്നു. ആളെ കൊല്ലുന്നു. ആ പെൺകുട്ടി എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകൂ എന്ന് ഈ ചികിത്സകനായ ഭർത്താവ് സിറാജുദ്ദീനോട് ഉറക്കെ നിലവിളിച്ച് കേണപേക്ഷിച്ചു പറഞ്ഞു. പക്ഷെ കേട്ടില്ല, കൊണ്ടുപോയില്ല. അങ്ങനെ ആ സ്ത്രീ മരിക്കുകയും ഈ കുഞ്ഞ് ആശുപത്രിയിലാവുകയും ചെയ്തു. ഈ മരിച്ച സ്ത്രീയെ പായിൽ കെട്ടിയാണ് ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. കാരണം ഇവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു അത്ര, ഇവരുടെ അച്ഛൻ്റെ ആ ഒരു ഖബറത്തിന് അടുത്ത് തന്നെ ഇവരെ സംസ്കരിക്കണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു അത്രേ. 4ഓ 5ഓ കുട്ടികൾ ഉണ്ട്. എല്ലാ കുട്ടികളും ഈ രീതിയിൽ അക്യൂപങ്ചർ ചികിത്സയിലൂടെയാണ് പ്രസവിച്ചത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ആ പെൺകുട്ടിയുടെ വീട്ടുകാർ രോഷാകുലരായി. ചുട്ട കോഴിയെ പറപ്പിക്കുന്ന നീ ഞങ്ങളുടെ കൊച്ചിനെ കൊന്നല്ലോ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയുടെ സഹോദരങ്ങളടക്കം വളരെ രൂക്ഷമായി പ്രതികരിച്ചു. പക്ഷേ ഇത് നിയമത്തിൻ്റെ കീഴിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇത് നിയമ സംവിധാനത്തിൻ്റെ ആ ഒരു പ്രക്രിയയിലേക്ക് വരുമ്പോൾ ഏത് രീതിയിലുള്ള ഒരു നടപടിയായിരിക്കും ഉണ്ടാവുക? മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണോ? മനഃപൂർവ്വമുള്ള നരഹത്യയാണോ? ചികിത്സ നിഷേധിച്ചതാണോ? അർഹതപ്പെട്ട അവരുടെ ആ ചികിത്സ നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട കേസാണോ എടുക്കുക? നമുക്കറിയില്ല. എന്തൊക്കെ വന്നാലും ശരി, ഇത്തരം രീതികൾ ഇവിടെ പിന്തുടരുന്നു ഇന്നും എന്നുള്ളതാണ്. കാരണം വീട്ടിലെ പ്രസവങ്ങളുടെ എണ്ണം കൂടുന്നു, അതുപോലെ മരണങ്ങൾ കൂടുന്നു, നവജാത ശിശുക്കൾ മരിക്കുന്നത്, ഈ പ്രസവത്തോടു കൂടി നവജാത ശിശുക്കൾ മരിക്കുന്നതിൻ്റെ തോത് വർദ്ധിക്കുന്നു എന്നൊക്കെ കണക്കുകൾ സൂചിപ്പിക്കുമ്പോഴും കൃത്യമായ നടപടി ഈ വിഷയത്തിൽ എടുക്കാൻ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഈ ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ടവരോ സർക്കാർ സംവിധാനങ്ങളോ ആരോഗ്യ വകുപ്പോ തയ്യാറാകാത്തത് എന്തുകൊണ്ട്? കാരണം മനുഷ്യജീവൻ എന്ന് പറയുന്നത് അത് സമൂഹത്തിൻ്റെ സ്വത്താണ്. അത് എൻ്റെയോ നിങ്ങളുടെയോ അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുടെയോ ഒന്നും സ്വത്തല്ല. ഇത് പൊതുസ്വത്താണ്. സ്വാഭാവികമായി ഇത് പൊതുസ്വത്താണ്. ഇത് ഒരാളുടെ വ്യക്തിപരമായ കാര്യമല്ല. എൻ്റെയോ നിൻ്റെയോ ഈ ക്യാമറ ചലിപ്പിക്കുന്ന എൻ്റെ ക്യാമറാമാൻ എൻ്റെ സുഹൃത്തിൻ്റെയോ സ്വത്തല്ല. ഇത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ സ്വത്താണ് ഓരോ മനുഷ്യൻ്റെയും ജീവൻ എന്ന് പറയുന്നത്. അപ്പം അത് സംരക്ഷിക്കേണ്ട ചുമതല പൊതുസമൂഹത്തിനുണ്ട്, സർക്കാർ സംവിധാനങ്ങൾക്കുണ്ട്, ആരോഗ്യ വകുപ്പിനുണ്ട്, ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്കുണ്ട്. അതൊന്നും കൃത്യമായി ചെയ്യാത്തത്, നടപ്പിലാക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു പോവുകയാണ്. ഇനിയും ഇത്തരം മരണങ്ങൾ സംഭവിച്ചേക്കാം, ഇനിയും യുവതികൾ കൊല്ലപ്പെട്ടേക്കാം, നവജാത ശിശുക്കൾ പിടഞ്ഞു മരിച്ചേക്കാം. എന്നാലും മതത്തിൻ്റെ പേരിൽ ഞങ്ങൾ കുത്തിവെക്കില്ല, ഞങ്ങൾ ആശുപത്രിയിൽ പോകില്ല, ഞങ്ങൾ ആകെ അക്യൂപങ്ചർ ചികിത്സാ സംവിധാനം മാത്രമേ നടത്തൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭർത്താവായിരിക്കും പ്രസവം എടുക്കുന്നത്, ഞങ്ങൾ മറ്റ് അനുബന്ധ ആരോഗ്യ പരിപാലന കാര്യങ്ങളൊന്നും തന്നെ പ്രസവവുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങളും ചെയ്യില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സമൂഹം വളർന്നു വരുന്നു എന്നത് ഈ സമൂഹത്തിന്, നമ്മുടെ ആരോഗ്യ രംഗത്തിന് തന്നെ വലിയ നാണക്കേടാണ്. വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് ഇത് ചെന്നെത്തും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. ബ്രാൻഡിംഗ് പാർട്ണർ EduBix,
ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ, കിള്ളിപ്പാലം, തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.